വെക്കുക. അതിനെ നമ്മൾ കുറുക്കിയിട്ട് ഒരു 1/4 ഗ്ലാസ് 1/2 ഗ്ലാസ് എത്രയും കമ്മി ആവുച്ചാൽ അത്രയും നമുക്ക് കളറ് കിട്ടും. ഡൈ എങ്ങനെ ഉണ്ടാവുമോ അങ്ങനെ കണ്ടല്ലോ. ഇത് നമ്മളിങ്ങനെ കലർത്തി വെക്കുക. ഇത് ഒരു മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ ഇത് തലയിൽ വെക്കണം. മനസ്സിലായില്ലേ? 1 to 2 മണിക്കൂർ തലയിൽ വെക്കണം. എന്നിട്ട് ഹായ് ഹലോ രാജീവ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. നമ്മുടെ കുട്ടികൾക്കൊക്കെ സുഖാന്ന് വിചാരിക്കുന്നു, അനിയത്തി കുട്ടികൾക്ക് സുഖാന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു, അമ്മയ്ക്കും സുഖാണ്. അപ്പൊ അമ്മ കുറച്ചൊന്ന് സന്തോഷമൊക്കെ ഉണ്ടട്ടോ, അത് പറയാം എന്താന്നുള്ളത്. പിന്നെ അതിന്റെ മുന്നേ അമ്മ പറയട്ടെ, ഒരു കുട്ടി അമ്മോട് ചോദിക്കുകയാണെ, നമ്മുടെ ചിരട്ട കരി എണ്ണ കണ്ടിട്ടായിരിക്കാം അവള് ചോദിക്കണം. അമ്മ ഇതിന്റെ മുന്നേ ഹെയർ കളർ എന്താ ബ്ലാക്ക് ആവാനുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഹെയർ ഡൈയുടെ കുറെ അമ്മ കാണിച്ചിട്ടുണ്ട്, അത് കണ്ടിട്ടില്ലായിരിക്കാം. അപ്പൊ ആ കുട്ടി ചോദ്യം എന്താണെന്നറിയാം, അമ്മ എണ്ണ ഇല്ലാത്തൊരു ഹെയർ ഡൈ എങ്ങനെ തയ്യാറാക്കാം, അമ്മ അതൊന്ന് ചെയ്യും ഒരു വീഡിയോ എന്ന്. അപ്പൊ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. നമ്മളിപ്പോ ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്യാൻ കാരണം എനിക്കത് ഇടാൻ വൈകിട്ടോ, ക്ഷമിക്കണം മോളെ. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ നമ്മളെ നാച്ചുറൽ ആയിട്ട് മുടി ബ്ലാക്ക് ഹെന്ന വീട്ടിലുണ്ടാക്കാം, നമുക്കൊന്ന് പേടിക്കാതെ ഉപയോഗിക്കാം. അപ്പൊ ബ്ലാക്ക് ഹെന്നയുടെ വീഡിയോ ആണ് ഇന്ന് അമ്മ ചെയ്യണത്. അപ്പൊ തുടക്കം മുതൽ ഒടുവ് വരെ കാണണം, എങ്കിലേ നന്നായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ അമ്മ എന്നൊരു കാര്യം ചോദിക്കട്ടെ, സന്തോഷം എന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? അമ്മ ഒന്ന് കുറച്ച് സുന്ദരിയായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അപ്പൊ അതിന്റെ പ്രധാന കാരണം എന്താണെന്നറിയോ? അമ്മ ഡെയിലി വെയർ ആയിട്ട് കുറച്ച് വളകൾ കഴിഞ്ഞ വർഷം ഓണായിട്ട് അമ്മ വാങ്ങിയിരുന്നു, വളയും മാലയും കമ്മലൊക്കെ കേട്ടോ. അത് സഫയർ കളക്ഷൻ എന്നുള്ളൊരു പേജിൽ നിന്നായിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ നിന്ന്. ഈ വർഷം അവര് ട്രഡീഷണൽ ആയിട്ടുള്ള ഓണം പ്രമാണിച്ച് കുറച്ച് നല്ല സംഭവങ്ങൾ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് അമ്മ കുറച്ച് ഓർണമെന്റ്സ് വാങ്ങിച്ചു കണ്ടോ. അതെന്താണെന്നറിയോ? ആദ്യം വാങ്ങിച്ചത് കണ്ടോ അമ്മ ജംകിയാണ്. ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വെച്ചാലേ അമ്മ എല്ലാം കൊടുക്കാട്ടോ. വീഡിയോ കാണുമ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാട്ടോ. പിന്നെ അതേപോലെ നമ്മള് പിന്നെ ലിങ്ക് കൊടുക്കാം, അവരുടെ വാട്സപ്പ് നമ്പർ കൊടുക്കാം, എല്ലാം കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അവരുടെ എല്ലാ ഡീറ്റെയിലും കിട്ടും കേട്ടോ. ഇതാ കണ്ടോ മാല അമ്മ വാങ്ങി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ ഈ മാല? ഇനി വേറെ ഉണ്ട് കേട്ടോ അമ്മ. ഇത് മാത്രല്ല ഉള്ളൂ, അമ്മ കുറച്ചും കൂടിയൊക്കെ സംഭവങ്ങൾ കാണിച്ചു തരാം. ഇതിപ്പോ ഇത്രയല്ലേ കയ്യിലിടാൻ പറ്റും, ഓരോന്നല്ലേ കണ്ടോ. നല്ല വില ലാഭമാണ്, ഗുണം മെച്ചമാണ് കേട്ടോ. നല്ലതാണ്, വില നല്ല ലാഭമുണ്ട്. എല്ലാ പേജിലത്തേക്കാളും എനിക്ക് കുറച്ച് ലാഭത്തിൽ തോന്നിയ പേജാട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വെച്ചാൽ എല്ലാവർക്കും വാങ്ങാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് കാണുമ്പോൾ സ്ക്രീനിൽ അമ്മ കാണിക്കുന്നുണ്ടായിരിക്കും. എല്ലാവരും അപ്പോൾ അത് നോക്കിയിട്ട് വാങ്ങിക്കോളൂ, ഇഷ്ടപ്പെട്ടവരൊക്കെ. അപ്പം ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കണതിൻ്റെ മുമ്പ് അമ്മ ഒരു കാര്യം പറയട്ടെ, ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വെച്ചാൽ അത് എല്ലാവർക്കും ഷെയർ ചെയ്ത് എത്തിക്കണം കേട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവര് എന്ത് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കനും കൂടി അമർത്തി കണ്ടോളൂ. നമ്മളിപ്പോൾ ഹെയർ ഗ്രോത്ത് ചലഞ്ച് തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ അത് വിടാതെ നമുക്ക് 30 ദിവസത്തേക്കുള്ളത് കാണാനുള്ള ഒരു സൗകര്യം ഈ ബെല്ലൈക്കൻ അമർത്തിയാലേ കിട്ടുള്ളൂ കേട്ടോ. ഒരു കുട്ടി ചോദിക്കുകയാണ്, അമ്മ എന്താ വീഡിയോ ഇടാത്തതെന്ന്. അപ്പൊ അത് എന്നും എന്തിനാ പറയുന്ന വെച്ചാൽ ഓരോ ദിവസം ഓരോ കുട്ടികൾ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഒന്ന് നമുക്ക് മുടി കറുപ്പിക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. വേണ്ടത് മക്കളെ, ഇത്തിരി കട്ടൻ ചായ, 2 സ്പൂണ് പൊടി ഇട്ടിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം വെക്കുക. അതിനെ നമ്മൾ കുറുക്കിയിട്ട് ഒരു 1/4 ഗ്ലാസ് 1/2 ഗ്ലാസ് എത്രയും കമ്മി ആവുച്ചാൽ അത്രയും നമുക്ക് കളറ് കിട്ടും. അത്രയും കമ്മിയാക്കിയിട്ട് നമ്മൾ വെള്ളം കമ്മിയാക്കിയിട്ട് എടുക്കുക, കുറുക്കിയിട്ട് കേട്ടോ. അപ്പൊ അമ്മ കുറുക്കി ഇത്രയും കമ്മിയാക്കി. അതിന് അളവൊന്നുമില്ല, നമുക്ക് ഡൈ വെള്ളം ഏറാൻ പാടില്ല, ഓരോരുത്തരുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് കാണിക്കുക. അപ്പൊ നമ്മൾ എത്ര ക്വാണ്ടിറ്റി ആണോ വെച്ചാൽ അതിനനുസരിച്ചുള്ള കട്ടൻ ചായ നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക, എങ്കിൽ കൂടുതൽ കളർ കിട്ടും. കട്ടൻ ചായ നമ്മളെ മുടിക്ക് നല്ലതാണ്, മുടി വളർച്ചയ്ക്ക്, മനസ്സിലായല്ലോ. പിന്നെ നമ്മൾ ചേർക്കുന്നത് മൈലാഞ്ചിയാണ്. മൈലാഞ്ചി നമ്മളെ മുടി വളർച്ചയെ ഒരുപാട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഈ കളറിലെ അപ്പുറത്താണ് മൈലാഞ്ചിയുടെ ഗുണങ്ങൾ, മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ മൈലാഞ്ചി കൂട്ടുന്നത് മുടി കളർ കിട്ടാനും മുടി വളർച്ചയ്ക്കും കേട്ടോ. മുടി നല്ല ചന്തത്തിൽ നിൽക്കും ചെയ്യും നമ്മളെ മൈലാഞ്ചി ഉണ്ടെങ്കിൽ. പിന്നെ നമ്മൾ അതിൽ കൂട്ടുന്നത് എന്താണെന്നറിയോ? കണ്ടോ, മഞ്ചിഷ്ട പൗഡർ. ഇതൊക്കെ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഓരോ കുട്ടികൾ ചോദിക്കുന്നുണ്ട്, അമ്മേ ഏത് കമ്പനിയാ നല്ലതെന്ന്. അടുത്ത് നല്ല വൈദ്യശാല ഉണ്ടെങ്കിൽ അവിടുന്ന് നിങ്ങൾ വിശ്വസ്തമായ വൈദ്യശാലയിൽ നിന്ന് വാങ്ങിയാൽ നല്ല കമ്പനിയായിട്ട് കിട്ടും. പിന്നെ അട്ട ആയുർവേദിക്കിന്റെയാണ് ഞാൻ ചിലത് കിട്ടണത്, എല്ലാതും അത് കിട്ടിക്കൊള്ളണമെന്നില്ല. എനിക്ക് നീലാമരി അട്ട ആയുർവേദിന്റെ കിട്ടിയിട്ടോ, എല്ലാം അങ്ങനെ കിട്ടണമെന്നില്ല, ഓരോന്നിന്റെ കിട്ടണത്. ഞാൻ പോയിട്ടല്ല വാങ്ങുക, അച്ഛൻ ഇവിടുന്ന് പുറത്ത് പോകുമ്പോ കൊണ്ടിരിക്കുക ചെയ്യുക. അപ്പൊ അവരുടെ അതുപോലെ ആയിരിക്കും എനിക്ക് കിട്ടണം. അവർക്ക് സൗകര്യമുള്ള കടയിലേക്ക് പോകും അവര്. അപ്പൊ ചിലപ്പോ നമുക്ക് അങ്ങനെയൊന്നും കിട്ടില്ല. ഇത് നമ്മള് മഞ്ചിഷ്ടയാണ് നമ്മൾ ആദ്യം എടുക്കണം കേട്ടോ. മഞ്ചിഷ്ടയാണ് നമുക്ക് ഞാൻ ഇപ്പൊ കുറച്ച് ക്വാണ്ടിറ്റിക്ക് കാണിച്ചു തരുന്നുള്ളൂ. എന്താ കണ്ടല്ലോ, ഇതാ നമ്മളൊരു സ്പൂണ് മഞ്ചിഷ്ട. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മള് മൈലാഞ്ചിയാണ് കേട്ടോ പിന്നെ ചേർക്കണത്. ഹെന്ന പൗഡർ
അത് നമ്മൾ ഒരു സ്പൂൺ ആട്ടോ ചേർക്കണം. ഹെന്ന പൗഡറൊക്കെ കഴിയല്ല, ഇനി പുതിയ പാക്കറ്റ് പൊട്ടിക്കാണ്ട കണ്ടോ, ഹെന്ന പൗഡർ ആണ് കേട്ടോ. ഇനി നമ്മൾ ഇത് കട്ടൻ ചായയിലാണ് കലക്കുക. ഇതാദ്യം നമ്മളൊന്ന് കൂട്ടി കലർത്തണം. രണ്ടും ഒരേ അളവിലാണ് കേട്ടോ നമ്മൾ എടുക്കണത്. ഇനി നമ്മൾ നല്ല കൂട്ടി കലർത്തിയതിന്റെ ശേഷം വെള്ളം ഏറാതെ കലക്കണം. കാരണം ഡൈ എങ്ങനെ ഉണ്ടാവൂ അങ്ങനെ കണ്ടല്ലോ. ഇത് നമ്മളിങ്ങനെ കലർത്തി വെക്കുക. ഇത് നമ്മളെ തലേ ദിവസം രാത്രി കേട്ടോ ശരിക്കും കലർത്തി വെക്കേണ്ടത്. എനിക്കിപ്പോ ഇന്നലെ രാത്രി വീഡിയോ എടുക്കാൻ ആളില്ലാത്തതുകൊണ്ട് എനിക്ക് ഇതിന്റെ ഫുള്ളായിട്ട് ഇതിന്റെ കളർ ചേഞ്ച് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഇത് എന്തായാലും ഈ ഇരുമ്പില്ലേ, ഒരു ഇരുമ്പിന്റെ സംഭവത്തിൽ തന്നെ ഉണ്ടാക്കി വെക്കണം കേട്ടോ. ഇനി നിങ്ങൾ പേടിക്കേണ്ട, മഞ്ചിഷ്ട കഷ്ണങ്ങളാണെങ്കിൽ മഞ്ചിഷ്ട കഷ്ണങ്ങൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഒരു കല്ലിൽ കുത്തിയിട്ട് ഒന്ന് ചതയ്ക്കുക. എന്നിട്ട് നമ്മളിപ്പോ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം തിളപ്പിച്ച് കുറുക്കുക. ഈ കട്ടൻ ചായ ഉണ്ടാക്കണ പോലെ മഞ്ചിഷ്ടയെ നമ്മൾ തിളപ്പിച്ച് കുറുക്കിയാലും നല്ല ചുവന്നുള്ള വെള്ളം കിട്ടും കേട്ടോ. നല്ല കുറുകി വരണം എന്നേ ഉള്ളൂ. എന്നിട്ട് ആ കുറുകിയ വെള്ളത്തിലേക്ക് നമ്മൾ മൈലാഞ്ചി കലക്കിയാൽ മതി. അപ്പോൾ കേട്ടോ പൊടിയല്ലാതെ കിട്ടിയവരെ മൈലാഞ്ചി കലക്കുക. അങ്ങനെയാണ് നമ്മളിത് ഉണ്ടാക്കുക കേട്ടോ. എന്നിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇപ്പൊ തന്നെ ഉപയോഗിക്കരുത് കേട്ടോ. തലേ ദിവസം രാത്രി കലക്കി രാവിലെ തേക്കി വച്ചാൽ നമുക്ക് കുറച്ചും കൂടിയും ഗുണം കിട്ടും. അല്ലെങ്കിൽ നമ്മളൊരു 4 മണിക്കൂർ മാക്സിമം രാവിലെ വെച്ചത് ഇനി ഉച്ചരിഞ്ഞിട്ടേ തേക്കാൻ പാടുള്ളൂ. ഇപ്പൊ തന്നെ തേക്കരുത്, അപ്പൊ അതിന്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ടാവില്ല. ഇതിനി നമ്മൾ അടച്ചിട്ട് സൂക്ഷിച്ച് വെക്കുക ചെയ്യുക. ഇനി വൈകുന്നേരത്തെ തേക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നാളെ രാവിലെ തേക്കാൻ പാടുള്ളൂ. അപ്പോഴേത് ഇരുമ്പിൽ ഇരുന്നിട്ട് ഈ മൈലാഞ്ചി പൊടിയും ഈ മഞ്ചിഷ്ടയും കൂടി ഒന്നും ഇങ്ങോട്ട് സെറ്റ് ആവാണ്ട്. അങ്ങനെ സെറ്റ് ആയതിന്റെ ശേഷമാണ് നമ്മളിത് ഉപയോഗിക്കുക. ഞാനിപ്പോ ഉപയോഗിച്ച് കാണിക്കുന്നില്ല, കാരണം എന്റെ മുടി കണ്ടപ്പോ കറുപ്പ്. ഞാനിപ്പോ ഒരു പ്രാവശ്യം കഴിഞ്ഞ ആഴ്ചയിൽ ചെയ്തിട്ട് എനിക്ക് കറുപ്പിക്കാറായിട്ടില്ല കണ്ടല്ലോ. ഇനിയിപ്പോ ഞാനിത് തേക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാട്ടോ തേച്ച് കാണിച്ചു തരാത്ത. എന്നിട്ട് നിങ്ങളിത് ഒരു മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ ഇത് തലയിൽ വെക്കണം. മനസ്സിലായില്ലേ? 1 to 2 മണിക്കൂർ തലയിൽ വെക്കണം. എന്നിട്ടൊരു ക്യാപ്പ് ഇട്ടിട്ട് മുടി അത് സുരക്ഷിതാക്കി വെക്കുക. കാരണം ഒഴുകരുത് അങ്ങനത്തെ വിധത്തില്. എന്നിട്ട് നമ്മള് സാധാ നോർമൽ വെള്ളത്തില്, ഒന്നും വേണ്ട കഴുകി കളയുമ്പോൾ, ഷാമ്പൂ താളി ഒന്നും തേക്കാതെ നോർമൽ വെള്ളത്തില് കഴുകി കളയുക. മനസ്സിലായില്ലേ? ഇങ്ങനെ നിങ്ങളിത് ആഴ്ചയിൽ ഓരോ പ്രാവശ്യം ചെയ്യണം. ആയുർവേദത്തിന്റെ സംഭവങ്ങളൊന്നും ഒരൊറ്റ യൂസിൽ കറക്കണില്ല. കാരണം ഇതിലൊരു കെമിക്കലും ഇല്ല. ഇത് സത്യത്തിൽ ഇതാണ് ബ്ലാക്ക് ഹെന്ന. മനസ്സിലായല്ലോ? നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ ബ്ലാക്ക് ഹെന്ന തന്നെയാണ് അത്. പക്ഷെ അത് അവര് കെമിക്കൽ ഇടുകൊണ്ട് നമുക്ക് ഒറ്റ യൂസിന് നല്ല ബ്ലാക്ക് കളറായിട്ട് കിട്ടും. ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമായിട്ട് അങ്ങനെ തുടർന്ന് ചെയ്യണം. പിന്നെ അങ്ങനെ ഒരു മാസം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാസത്തിൽ ഒരു പ്രാവശ്യം ആക്കിയിട്ട് കുറയ്ക്കാൻ പറ്റുണ്ടാവും. അങ്ങനെയാണ് നമ്മളിത് ചെയ്യാട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി ഞാൻ പറഞ്ഞില്ലേ, ഈ ഇട്ട ഓർണമെന്റ്സിന്റെ ഒക്കെ നിങ്ങൾക്ക് ചെറുതായിട്ട് ഞാനൊരു ഫോട്ടോ ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇനി എന്താ, അപ്പൊ അമ്മ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ കുറെ ലോങ് ആകുമല്ലേ. അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ തന്നെ നമ്മളെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിന്റെ വരുന്നുണ്ട്. എല്ലാവരും കാണണം. 1:30 അമ്മ വീഡിയോ ഇടുന്നത്. അപ്പൊ എല്ലാവരും കാണണം. എന്താ വെച്ചാൽ കിട്ടണില്ല, അത് എന്തുകൊണ്ടാന്ന് അറിയണില്ല അമ്മയ്ക്ക് കേട്ടോ. അമ്മ 5 മാസമല്ലേ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളൂ. അമ്മയ്ക്ക് അത് എന്താ എല്ലാവരിലേക്കും അതിന്റെ നോട്ടിഫിക്കേഷൻ എത്താത്തതെന്ന് അമ്മയ്ക്ക് അറിയുന്നില്ല. ചേച്ചി വിളിച്ചിട്ടാ ചോദിച്ച മദ്രാസിന്ന്, എന്താ കുട്ടി നീ ഇന്ന് വീഡിയോ ഇട്ടില്ലേ എന്ന്. അപ്പൊ വിശ്വസിക്കാലോ, നമുക്ക് കിട്ടണില്ല എന്നുള്ളത് മനസ്സിലായി. ഞാൻ എന്നിട്ട് ലിങ്ക് അയച്ചു കൊടുക്കുകയാണ്. അപ്പോ എല്ലാവരും 1:30 മണി സമയത്ത് രാജീവ് വ്ലോഗ്സ് ഒന്ന് പരിശോധിക്കണം. 1:30 സമയത്ത് അമ്മ വീഡിയോ ഇടുന്നുണ്ട്. എല്ലാവരും അമ്മയെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ എന്നാ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നേക്കും. ബൈ. കണ്ടോ അമ്മ വേറൊരു സെലക്ഷൻ. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? അമ്മയ്ക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല ഭംഗിയില്ലേ? ഈ കണ്ടോ കഴുത്തിൽ വെച്ച കണ്ടോ. നമുക്ക് പുറത്തേക്കൊക്കെ ഒന്ന് പോകുമ്പോ നമുക്ക് ഫാഷനിൽ പോകാൻ വേഷ്ടിയൊക്കെ ചുറ്റുമ്പോ നല്ല ഭംഗിയാട്ടോ അല്ലേ. പല കളറ് കല്ലുണ്ടാവില്ല. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട കളർ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കണ്ടോ സ്വന്തമായി തോന്നുന്നുണ്ടോ? ഇനി വേറെ കണ്ടോ, ഇനി അമ്മ കണ്ടോ ഒരു കറുപ്പ് കല്ല് ചമക്കി എടുത്തു കേട്ടോ. കണ്ടോ, ഇത് ഒരു പിങ്ക് എന്താ പറയുക, ഒരു ഈ വേഷ്ടിരി മുണ്ടിന് കളറിന് യോജിച്ച് കിട്ടൂന്നേ ഉള്ളൂ. കണ്ടോ കറുപ്പ് കല്ല് നല്ല ഭംഗിയല്ലേ. ഇത് സ്വർണത്തിന് വെല്ലുന്നുണ്ട് കേട്ടോ. സ്വർണ്ണം അല്ല എന്ന് ഒരാളും പറയില്ല. നമുക്കിപ്പോ എല്ലാവർക്കും സ്വർണത്തിന്റെ വില അറിയാലോ. അപ്പൊ ഇത് തുച്ഛ വിലയ്ക്ക് നമുക്ക് കിട്ടണമുണ്ട്. സുഖമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാൻ. കണ്ടല്ലോ നല്ല ഭംഗിയല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി വേറൊരു ചമക്കി കൂടി ഉണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചു തരേ. ഈ ചമക്കി ഇഷ്ടപ്പെട്ടോ? നല്ല ഭംഗിയുണ്ടല്ലേ. ഈ ഒരു മാലയാണ് കേട്ടോ. ഈ മാല ഇതൊക്കെ പ്രീമിയം ക്വാളിറ്റിയാണ് കേട്ടോ.